ഹലോ ഗായ്സ്. ഈ വീക്കെൻഡിന് നമ്മൾ നാട്ടിൽ പോകട്ടോ. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജ് എല്ലാം ഫുള്ള് കാലിയാക്കിയിട്ടാ പോകാൻ പോകുന്നത്. അതിന് നമുക്ക് ഈ വീക്കെൻഡിൽ പോകുന്നതിന് മുമ്പുള്ള തലേ ദിവസത്തെ ഡിന്നറിന് ഇവിടെ ഇരിക്കുന്ന സാധനങ്ങൾ വെച്ചൊരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കി കഴിക്കലാണ് മെയിൻലി എൻ്റെ പരിപാടി. സാധാരണ ഞാനങ്ങനെ ലാസ്റ്റ് ഡിന്നറിനായിട്ട് കറി അങ്ങനെ ഉണ്ടാക്കാറില്ല, മിക്കവാറും ഓർഡർ ചെയ്യാൻ പതിവ്. പക്ഷേ ഇപ്രാവശ്യം കുറച്ച് സാധനങ്ങൾ ഇവിടെ ഇറങ്ങി വന്നു. ഈ വാങ്ങിച്ച സാധനം എടുത്ത് കളയാന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായി. അതുകൊണ്ട് തന്നെ ആ സാധനങ്ങളെല്ലാം കൂടി തട്ടിക്കൂട്ടി ഒരു കറി ഉണ്ടാക്കിയേക്കാന്ന് കരുതി. സോ എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു കിഴങ്ങും 2 ബീൻസ്, പിന്നെ ഒരു സവാളയും പച്ചമുളകാണ്. അപ്പൊ അതെല്ലാം കൂടി അരിഞ്ഞിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ഉഴുന്നും 1 ഗ്രാമ്പും 1 പട്ടയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിൻ്റെ കൂടെ കുറച്ച് പൊടിയും കൂടി ഇടണം. പ്രത്യേകിച്ച് പൊടികളൊന്നുമില്ല, കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും അതുപോലെ കുറച്ച് ചിക്കൻ മസാലയും. പിന്നെ ഇതിനകത്ത് ഞാൻ ഗ്രാമ്പൂവും പട്ടയും ഡയറക്റ്റ് ഇട്ടതാ. ഇപ്പം നിങ്ങൾ അങ്ങനെ ഇടാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഗരം മസാല കുറച്ച് പൊടി ഇട്ടാം. ഞാനങ്ങനെ ഗരം മസാല വാങ്ങിച്ചേക്കുന്ന പതിവില്ല. ഒന്നെങ്കിൽ ഞാൻ ഇതെല്ലാം കൂടി ഇട്ട് ഒരു മസാല ഞാൻ തന്നെ പൊടിച്ചു വെക്കും. അങ്ങനെ ഞാൻ പൊടിച്ചു വെച്ചത് ഇല്ലെങ്കിൽ മാത്രം ഇതെനക്ക് ഗ്രാമ്പൂവും പട്ടയും കുക്കറിലോ അല്ലെങ്കിൽ നമ്മൾ ഇടുന്നതിന് മുമ്പ് എണ്ണയ്ക്കകത്തൊന്ന് വാട്ടിയോ എടുക്കും. ഇപ്രാവശ്യം നമ്മൾ ട്രെയിനിലാട്ടോ നാട്ടിലോട്ട് പോകുന്നത്. കാറിൽ പോവായിരുന്നെങ്കിൽ ഇതെല്ലാം കൂടി കാറിൽ കൊണ്ടിട്ടിട്ട് വീട്ടിൽ കൊണ്ടുവരായിരുന്നു. പക്ഷെ ഇതിപ്പോ നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ ഇതെല്ലാം ചുമന്നുകൊണ്ട് വേണമല്ലോ പോവാൻ. ഈ ലാപ്ടോപ്പ് എടുത്ത് ബാഗിൽ വെക്കുമ്പോ തന്നെ അതിന് നല്ല വെയിറ്റാ. അതുകൊണ്ട് തന്നെ എനിക്ക് വെയിറ്റ് ചുമക്കുന്നത് വലിയ താല്പര്യമുള്ള പരിപാടിയല്ല. ഈ വീക്ക് ഫുള്ള് നാട്ടിലാട്ടോ. തിരിച്ചു വരുമ്പോ ഇനി ഒരുപാട് സാധനങ്ങളായിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. ഒന്നുകിൽ മാങ്ങ അച്ചാറ്, അല്ലെങ്കിൽ നാരങ്ങ അച്ചാറ്, അല്ലെങ്കിൽ ഇഞ്ചി ഇട്ടത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും. ചുമ്മാ തൊട്ട് കൂട്ടാനായിട്ട്. നമ്മൾ എത്ര കറി ഉണ്ടാക്കിയാലും അമ്മ ഉണ്ടാക്കുന്ന കറിയുടെ ടേസ്റ്റ് ഒന്നും കിട്ടാറില്ല. അല്ലെങ്കിൽ എനിക്ക് കുക്കിങ്ങിനോട് പണ്ട് വലിയ താല്പര്യമൊന്നുമില്ല. ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വന്നതിന് ശേഷമാണ് സത്യത്തിൽ കുക്കിംഗ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തുടങ്ങിയത് തന്നെ. ഇങ്ങനെ നാട്ടിൽ പോകുന്ന വീക്കെൻഡിലാണ് എൻ്റെ മാസ്റ്റർ ഷെഫ് അമ്മയോടോ അതല്ലെങ്കിൽ നമ്മുടെ ChatGPT-യോടോ ചോദിക്കാം. പുതിയ പുതിയ റെസിപ്പീസ് ചോദിക്കാം. അങ്ങനെ അതൊന്ന് എക്സ്പെരിമെന്റ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള സാധനം കൊണ്ട് തന്നെ നല്ലൊരു കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതൊക്കെ പോട്ടെ, നമ്മളിപ്പം വെച്ച കറിയുടെ കാര്യത്തിൽ എന്തായാലും നോക്കാം. അതിന് ഇപ്പം നമ്മൾ നേരത്തെ എല്ലാ സാധനങ്ങളും ഇട്ടിട്ടുണ്ടല്ലോ, അതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുക്കറിൽ അങ്ങോട്ട് വെക്കുക. വിസിൽ വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ചുമ്മാ നിൽക്കണ്ടല്ലോ. അപ്പോഴേക്ക് നമുക്ക് കടുക് വറുക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി ആക്കി. വേറെ ഒന്നുമില്ല, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില. ഫസ്റ്റ് വിസിൽ നമ്മൾ ഫുൾ ഫ്ലെയിമിലായിട്ടോ ചെയ്തത്. അടുത്ത വിസിൽ നമ്മൾ സിമ്മിലിട്ടാ ചെയ്യിക്കുന്നത്. എന്നാലേ കറക്റ്റായിട്ട് എല്ലാം വേവത്തുള്ളൂ. ഇനി ഇവിടെ എൻ്റെ കയ്യിൽ കുറച്ച് തേങ്ങയും കൂടി ഇട്ടുണ്ടായിരുന്നു. അപ്പൊ ആ തേങ്ങ എടുത്തൊരു മിക്സിക്കകത്ത് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കും. സത്യത്തിൽ തേങ്ങാപ്പാലാണ് കറിക്ക് ടേസ്റ്റ് കൂടുന്നത്. പക്ഷെ എനിക്കങ്ങനെ കുറച്ച് വാട്ടറി ആയിട്ടുള്ള കറിയൊന്നും അത്ര ഇഷ്ടമാണ്. കുറച്ച് കൊഴുപ്പൊക്കെ വേണം. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ തേങ്ങ പാലായിട്ട് എടുക്കാറില്ല. ഡയറക്റ്റ് തേങ്ങ നന്നായിട്ട് അങ്ങ് അരയ്ക്കും. നമ്മൾ മുഖത്തേക്ക് അരക്കില്ലേ, അതുപോലെ നല്ല പേസ്റ്റായിട്ട് അങ്ങ് അരച്ചെടുത്തിട്ട് അതങ്ങ് ചേർക്കും. അപ്പം കറിക്ക് ഒരു കൊഴുപ്പും കിട്ടും, നല്ല ടേസ്റ്റും കിട്ടും. അപ്പോഴേക്കും നമ്മുടെ സെക്കൻഡ് വിസിൽ വരും. സെക്കൻഡ് വിസിൽ വന്നു കഴിഞ്ഞാൽ നേരെ തീ ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും അതിനകത്ത് ആ ഒരു എയറും പ്രഷറും കാണും. സോ അതുവരെ വെയിറ്റ് ചെയ്യുക, അത് പോകുന്നിടം വരെ. അപ്പൊ അത് നന്നായിട്ട് ഒന്നും കൂടി ആ ഒരു പ്രഷറിൽ ഇരുന്ന് ഒന്നും കൂടെ വെന്ത് കിട്ടും. പിന്നെ നമുക്ക് ഇതിനകത്ത് കടുക് വറുക്കണം. കടുക് വറുക്കുമ്പോൾ സിമ്പിളാ. ഞാനൊരു ചട്ടി ആട്ടോ അടിച്ചത്. ചട്ടി നന്നായിട്ട് ചൂടാണ്. ചട്ടി ചൂടായാൽ മാത്രമേ എണ്ണ ഒഴിക്കാവൂ. ഇല്ലെങ്കിൽ എണ്ണ ചൂടാവാനാണെങ്കിൽ ഒത്തിരി സമയം എടുക്കും. അങ്ങനെ ചട്ടി നന്നായിട്ട് ചൂടായെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. പിന്നെ എണ്ണ നന്നായിട്ട് ചൂടാണ്, അതിനൊരു വെയിറ്റ് ചെയ്യണം. ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ആദ്യം എണ്ണ ഒഴിക്കുമ്പം തന്നെ അതിനകത്ത് കുറെ ബബിൾസ് കണ്ടോ, ബബിൾസ് പോലെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും. അത് ഫുൾ പോയതിന് ശേഷം മാത്രമേ നിങ്ങൾ കടുകിടാവൂ. അത് പോയി കഴിയുമ്പോൾ തന്നെ അത് നന്നായിട്ട് ചൂടായെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ അതിനകത്തോട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടണം. പൊട്ടി കഴിയുമ്പോഴത്തേക്ക് ഒരു മണമൊക്കെ വരാൻ തുടങ്ങും.
അപ്പൊ അതങ്ങോട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടില്ലേ കുറെ കാര്യങ്ങള്, അതെല്ലാം പതുക്കെ പതുക്കെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. ആദ്യം നമുക്ക് വെളുത്തുള്ളി ഇടാം കേട്ടോ. വെളുത്തുള്ളി ഇട്ടിട്ട് 30 സെക്കൻഡ്സ് അത്രയും നന്നായിട്ടൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. ജസ്റ്റ് അതിന്റെ ആ ഒരു പച്ചമണം മാറാനാ. പിന്നെ നമുക്ക് നേരെ പച്ചമുളക് ഇടാം. പച്ചമുളക് കഴിഞ്ഞാൽ പിന്നെ നമ്മള് കറിവേപ്പില ഇടാം. നമ്മുടെ കൈ കറിവേപ്പില തോനെ ഉണ്ടെങ്കിൽ കുറച്ച് തോനെ കറിവേപ്പില ഇടാം കേട്ടോ. ഞാനിത് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കറിവേപ്പിലയാ. അതുകൊണ്ട് തന്നെ നാട്ടിലോട്ട് തിരിച്ചു പോകുന്ന ദിവസം ആകുമ്പോഴത്തേക്ക് എന്റെ കയ്യിൽ മിക്കവാറും തീരാറായി കാണും. അപ്പൊ ഈ കറിവേപ്പില നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കറിയൊക്കെ എടുത്ത് വെച്ചില്ലേ, അതങ്ങനെ തൊട്ടൊഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. പിന്നെ ഇച്ചിരി തണുത്ത് കാണും, കാരണം നമ്മൾ ആ എയറും പ്രഷറും ഒക്കെ പോകുന്നിടം വരെ വെയിറ്റ് ചെയ്തില്ലേ. ഇനി നമ്മൾ കയ്യിൽ ചെറിയൊരു സ്പൂൺ എടുത്ത് പതുക്കെ പതുക്കെ അതിനെ ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ അതിനകത്തിട്ട് ആ ഉഴുന്നും ആ കിഴങ്ങും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഉടഞ്ഞൊന്ന് മിക്സ് ആക്കണം. നമ്മൾ പ്രഷർ കുക്കറിൽ തന്നെ വേവിച്ചേ, അല്ലാതെ വേവിച്ചല്ലല്ലോ. സോ നന്നായിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചില്ലേ തേങ്ങ, ആ തേങ്ങ അതേപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ തിളക്കുന്നിടം വരെ ഒന്നും വെയിറ്റ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചേക്കാം. സാധാരണ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചാലും പിന്നെ നമ്മൾ തിളപ്പിക്കാറില്ലല്ലോ. അതായത് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് അതൊന്ന് ചൂടായാൽ മാത്രം മതി. ചൂടായി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച മല്ലിയിലയില് അതും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് തീ കൂട്ടിയിട്ട് തീ അങ്ങ് ഓഫ് ചെയ്യാം. പിന്നെ ആ ഒരു ചൂടിലിരുന്ന് ആ കറി അങ്ങ് സെറ്റ് ആയിക്കോളും. ഇനി എന്താ, ഒരു പുട്ടുണ്ടാക്കുക, അതിന് ഇത് സൈഡ് ഡിഷ് ആക്കുക, അങ്ങനെ കഴിക്കുക. അപ്പൊ നിങ്ങളിത് ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ നാട്ടിൽ പോയിട്ട് തരാം. സോ ബൈ.